വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നമ്മൾ എത്ര മണ്ടന്മാരായിരുന്നു എന്നത് ഇപ്പോഴാണ് ദുഃഖത്തോടെ ഓർക്കുന്നത്. നമ്മുടെയൊക്കെ മരിച്ചുപോയവരുടെ കബറുകൾ എത്ര ഇടുങ്ങിയതായിരുന്നു. അവരെയൊക്കെ എത്ര പ്രയാസപ്പെട്ടായിരുന്നു നമ്മൾ കബറിലേക്കൊന്ന് ഇറക്കി കിടത്തിയിരുന്നത്. രണ്ടു ഭാഗവും മുട്ടിഞ്ഞെരിഞ്ഞമർന്നുള്ള കിടപ്പ് സഹിക്കാനാവുന്നില്ല ഓർക്കുമ്പോൾ. മയ്യത്ത് കബറിൽ വെച്ച് സലാം പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു നടന്ന് 7 അടി പിന്നിടുമ്പോൾ ആ കൊച്ചു കബറിനുള്ളിലേക്ക് അജാനുബാഹുക്കളായ മലക്കുകൾ വന്നപ്പോൾ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ അവരൊക്കെ എത്ര പ്രയാസപ്പെട്ടിരിക്കും. മലക്കുകളുടെ ആ ഭീകരമായ രൂപം കണ്ട് ഭയം കൊണ്ട് ഒന്ന് മാറി നിൽക്കാൻ കഴിയാതെ എത്ര ഭയപ്പാടോടെ അവർ പതുങ്ങിയിരിക്കും. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ആ ഇടുങ്ങിയ കബറിൽ എങ്ങനെയും സഞ്ചരിക്കാം. എന്നാൽ അതുപോലെയാണ് നമ്മൾ മനുഷ്യർ, അതും വെറും കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യർ. ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ നമ്മുടെ പൂർവികരോട് എന്ത് ക്രൂരതയാണ് കാട്ടിയത്. അവർക്ക് നല്ലൊരു പൂന്തോട്ടം നമ്മൾ ഒരുക്കിയിരുന്നു. നമ്മൾ എന്താ ചെയ്തത്? ആ കബറിന്റെ മീതെ ഒരു കള്ളാവണക്കിന്റെ കൊമ്പ്, അല്ലെങ്കിൽ ചെമ്പരത്തി, ഏറിയാൽ മൈലാഞ്ചി കമ്പുകൾ, ഇതല്ലേ നാം ചെയ്തിരുന്നത്. നമ്മൾ നമ്മുടെ പൂർവികരോട് അനീതിയല്ലേ ചെയ്തത്. അവർക്ക് ഇവിടെ തന്നെ ഒരു ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കാൻ കഴിയുമായിരുന്നിട്ടും നമ്മളത് ചെയ്തോ? അവസാന വീട് കബറാണെന്ന് പറഞ്ഞും പാടിയും നടന്നിട്ടും ആ കബറിൽ എന്തെങ്കിലും ഒരു സൗകര്യം നമ്മൾ ചെയ്തിരുന്നു. എന്തിന്? മുൻകർ നക്കീർ വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടാതാവുമ്പോൾ അവരുടെ അടിഭയന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കാനുള്ള സൗകര്യമെങ്കിലും നമ്മൾ കബറിൽ ചെയ്തു കൊടുത്തിരുന്നു. എന്തിന്? വർഷത്തിലെങ്കിലും ഷവറിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കാനുള്ള സൗകര്യം ഒന്നും നമ്മൾ മണ്ടന്മാർ നമ്മുടെ പൂർവികർക്ക് വേണ്ടി ചെയ്തില്ല. പകരം കൊല്ലാകൊല്ലം അവരുടെ പേരിൽ ആണ്ടും മൗലൂദും കഴിച്ച് നമ്മൾ വയറു വെപ്പിച്ച് സുഖിച്ചു. നമ്മൾ എന്ത് ക്രൂരതയാണ് അവരോട് കാണിച്ചത്. അതിനെല്ലാം പരിഹാരമായി ഇതാ പുതിയ കബർ നിലവിൽ വന്നിരിക്കുന്നു. ഇനി ഒരു മയ്യത്തും പ്രയാസപ്പെടില്ല. എഴുന്നേറ്റിരിക്കാം, ആടാം, പാടാം, വേണമെങ്കിൽ മലക്കളുടെ അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. നോക്കൂ, എത്ര വിശാലമാണ് ഈ കബർ. എഴുന്നേറ്റിരിക്കാനല്ല, എഴുന്നേറ്റ് നിൽക്കാൻ വരെ കഴിയും. ഞെങ്ങിയെരിങ്ങി മണ്ണിന്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം പേറി അന്ത്യനാൾ വരെ കിടക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ചു നേരം എഴുന്നേറ്റിരിക്കാം. നടുവേദനിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയോ നടക്കുകയോ ചെയ്യാം. എന്തിന്? മലക്കുകൾ എങ്ങാനും മടിക്കാൻ വരുമ്പോൾ അവരുടെ കയ്യെത്തുമറകളിൽ നിന്നും മാറി നിൽക്കാം. ഇതല്ലേ പണ്ടേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് നമ്മൾ ആരും ഇതുവരെ അത് കണ്ടെത്തിയില്ല, ചെയ്തില്ല. ഒരാൾ പൊക്കത്തിലാണ് മണ്ണിടാൻ മൂടുകല്ലിന് പകരം സൺമൈക്കിന്റെയോ പ്ലൈവുഡിന്റെയോ ഷീറ്റ് പിരിക്കുന്നത്. നോക്കൂ. അതും എത്ര വൃത്തിയായി, എത്ര മനോഹരമായി. എന്നിട്ട് അതിന്റെ മുകളിൽ പേപ്പർ ഷീറ്റ് വിരിച്ച് അലങ്കരിക്കുന്നു. പിന്നെയോ, വളരെ പവിത്രമായി ശുദ്ധീകരിച്ച പൊഴിമണൽ വളരെ കുറഞ്ഞ കനത്തിൽ വിധാനിക്കുന്നു.
ഇതൊന്ന് നോക്കൂ, കൃത്യമായി 2 കൊളുത്തുകളോട് കൂടിയ മൂടുപലകകൾ. അകത്തുള്ളയാളുടെ അവസ്ഥ എന്താണെന്നറിയാൻ ഇടയ്ക്കിടെ വന്ന് പൊക്കി നോക്കാൻ എന്ത് സൗകര്യമാണ്. ഇതുവരെ ഇങ്ങനെയായിരുന്നു. 2 ആൾക്ക് താങ്ങാൻ കഴിയാത്ത മൂടുകല്ലുകൾ വെച്ച് മൂടും. ഇടയ്ക്കൊന്ന് പോയി നോക്കാനോ വല്ലതും പറയാനോ കഴിയില്ല. ഇതാകുമ്പോൾ മൂടുകല്ല് സുഖമായി മാറ്റി മരിച്ചയാളോട് സലാം പറയാം, സുഖവിശേഷങ്ങൾ ചോദിച്ചറിയാം. അതിനു മുകളിൽ 2 റോസാപ്പൂ ചട്ടികൾ എന്ത് മനോഹരമായിരിക്കുന്നു. എന്നും കബറിലും പരിസരങ്ങളിലും റോസാപ്പൂക്കളുടെ സുഗന്ധമായിരിക്കും. നമ്മൾ ഇതുവരെ കള്ളാമണക്കിന്റെ തടികളായിരുന്നു കുത്തിയതെങ്കിൽ ഇന്നിവർ ചെയ്യുന്നതോ അതിനാണെങ്കിലോ ഒരു പൊരുത്തമില്ലാത്ത ഗന്ധവുമായിരുന്നു. ഇത് കണ്ടോ, 4-5 കനത്തിൽ മെറ്റൽ വിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ വർഷക്കാലത്തെ മഴ ഫിൽട്ടർ ചെയ്ത് താഴേക്ക് ഒരു ഷവറിൽ നിന്ന പോലെ വെള്ളം ധാരധാരയായി വീഴും. വർഷക്കാലത്തെങ്കിലും സുഖമായി അവർക്ക് കുളിക്കാം. ഇനി അതല്ലെങ്കിൽ ബാത്ത് ടബിന്റെ സൗകര്യമുള്ള കബറിൽ വെള്ളം നിറഞ്ഞാൽ നീന്തി കുളിക്കുകയുമാവാം. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ചെയ്യാമായിരുന്നിട്ടും നമ്മൾ ആരും മുമ്പ് ചെയ്തില്ല. നമ്മുടെ പൂർവികരോട് നമ്മൾ അനീതി കാണിച്ചു. അത് നമ്മുടെ മരിച്ചുപോയവരോട് ചെയ്ത തികഞ്ഞ അനീതിയായി പോയി എന്നേ പറയാനുള്ളൂ. മാത്രമല്ല, എന്റേതായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കബറിൽ ഒരു കട്ടപ്പാറ കൂടി വെക്കാമായിരുന്നു എന്ന്. കാരണം അപൂർവമായെങ്കിലും മരിച്ചവർ ജീവിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് കുളിപ്പിക്കുമ്പോഴോ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോഴോ കബറിൽ വെക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും. ഇത്രയും സൗകര്യമുള്ള ഒരു കബർ ഒരുക്കിയ സ്ഥിതിക്ക് ഒരു കട്ടപ്പാറയുണ്ടായിരുന്നെങ്കിൽ വല്ല കഷ്ടകാലത്തിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ പരസഹായമില്ലാതെ പുറത്തു വരാനാകുമായിരുന്നു. ഈ കബർ കൊണ്ട് ഒരു ദോഷമേ ഉള്ളൂ, പള്ളിപ്പറമ്പ് പെട്ടെന്ന് നിറയുമെന്നുള്ളത്. എന്നാൽ മനസ്സ് വെച്ചാൽ അതിന് പരിഹാരവും കാണാം. മരിച്ചയാളുടെ ബന്ധുക്കൾ മരിക്കുമ്പോൾ 1-2 മയ്യത്തുകൂടി ഇതേ കബറിൽ സുഖമായി മറവ് ചെയ്യാൻ കഴിയും.